എടാ ഇത് സിമ്പിളാ. കൈ ഇങ്ങനെ, ബാക്ക് ഇങ്ങനെ, എന്നിട്ട് ഇങ്ങനെ തുള്ളുക. എന്തുവാടോ ഇത്, അക്ക് കളിയോ? എടാ ഒന്ന് പഠിക്കണത്. എടോ ഏറുമാടെ തന്നോട് ഞാൻ പറഞ്ഞ ഇതൊന്നും നടക്കൂലെന്ന്. നീ ഒരു ഒറ്റ ഒരുത്തിൻ്റെ വാങ്ങ് കേട്ടിറങ്ങിയതാ, മാറി. എടാ ശ്രീദേവി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ വാർഷികം, അതിൽ നമ്മൾ നടത്തുന്ന ഡാൻസ്, നമ്മൾ ഒരു വിലയില്ലാത്ത നാട്ടുകാരും പിന്നെ അവിടുത്തെ പെമ്പിള്ളേരും നമ്മുടെ പെർഫോമൻസ് കണ്ട് അന്തം വിട്ട് വായും പൊളിച്ച് നിൽക്കും. ഉവ്വ, സ്റ്റേജിൽ നടും തല്ലി വീഴുമ്പോഴേ കവയം പൊളിഞ്ഞിരിക്കും. ഈ എലിവാണത്തിന് കൂട്ടണ എപ്പോഴാ പറഞ്ഞതാ? എടാ എന്നാ നീ ഒന്നും മര്യാദയ്ക്ക് പഠിപ്പിച്ചാ. നീ പിന്നെ വലിയ പ്രഭുദേവല്ലേ. ആ പഠിപ്പിക്കും. ഞാൻ പഠിപ്പിച്ചു. എൻ്റെ പൊന്നു ഹരിക്കുട്ടാ, പുന്നാരമോ വിജിലേശേ, നമ്മുടെ അഭിമാന പ്രശ്നമാണ്, ഒന്ന് കൂടാക്കണം. എന്നാ പിന്നെ നിന്ന് കഥാപ്രസംഗം നടത്താതെ താൻ പഠിപ്പിക്കടോ. പഠിപ്പിക്കാം, വാ വാ, പഠിപ്പിച്ച് കഴിയോട്ടെ. രണ്ടിൻ്റെ മൂട്ടിൽ ഞാൻ പടക്കം പൊട്ടിക്കും. ഓക്കെ, കമോട്ടറ. ഈ കൈ ഇങ്ങനെ, ബാക്ക് ഇങ്ങനെ, എന്നിട്ടിങ്ങനെ തുള്ളുക. ഓക്കെ, എടോ തനിക്കിത് വല്ലതും അറിയാവോ? ഇത് കുറച്ച് മുമ്പ് വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. വന്ന് എടോ ഇതാണോ താൻ നിങ്ങളെ പഠിപ്പിച്ചോണ്ടിരുന്നത്? ഇതിങ്ങനെയായിരുന്നല്ലേ? ഓ ഇങ്ങനെയാണ്. ക്ലബിലെ വാർഷികം കഴിയുന്നവരെ ഇവിടെ നമുക്ക് വീട്ടിലിട്ട് പൂട്ടിയാലേ? എടോ തനിക്കെന്താ വയ്യേ? നീ നാട്ടുകാർ റെഡിയും കൂടെ മേടിച്ചു തരുമോ? ഇവിടെ ഞാനിന്ന് എടോ അത് കൊച്ചാണ്. കൊച്ചാണെങ്കിൽ കൊച്ചാണെങ്കിൽ അംഗനവാടി പോയി കിടക്കണം. അവൾക്കൊല്ല ബേബി ഷാർക്ക് കളിച്ചിരുന്നാൽ പോരെ. പ്രഭുദേവൻ ഇങ്ങോട്ട് വന്നേ. അയ്യാ.